ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നും ഞങ്ങൾ കൊച്ചിയിലെ സെക്കൻഡ് ഹോമിൽ തന്നെയാണ്. ഞാനും അനുക്കുട്ടിയുമുണ്ട്. ഇപ്പോൾ 10 മണിയൊക്കെ ആയിട്ടുള്ളൂ സമയം. വിഷ്ണു യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞു. ഇപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നുവാൽസിലാണ് PhD ചെയ്യുന്നത്. പക്ഷേ ഒരു 3 മണി അടുപ്പിച്ച് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലഞ്ച് എന്തായാലും വീട്ടിൽ വന്നിട്ടേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ നല്ല എന്തെങ്കിലും ഒരു കാര്യം ലഞ്ചിന് ഉണ്ടാക്കാം. നെയ്ച്ചോറും മട്ടൺ കറി ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പ്രീ കുക്കിംഗ് എന്നൊരു സംഭവം ഉണ്ടല്ലോ, അതാണ് കൂടുതൽ നമ്മൾ തയ്യാറെടുപ്പാണ് ആദ്യം കുറേ നേരത്തേക്ക് ചെയ്യുന്നത്. അപ്പോൾ നല്ല മട്ടൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. മട്ടൻ്റെ ലെഗ് പീസാണ് കിട്ടിയത്. അപ്പോൾ കറി കട്ട് ചെയ്ത് തന്നെയാണ് വാങ്ങിയിട്ട് വന്നത്. ഞാനൊരാളെ വിട്ട് മേടിപ്പിച്ചതാണ്. അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. പിന്നെ അതിന് വേണ്ട മസാലകൾ ഇഞ്ചി, പച്ചമുളക്, കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചതച്ച് വെക്കുക. പിന്നെ സവാള അരിഞ്ഞ് വയ്ക്കുക. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അനുക്കുട്ടിയും കൂടി എന്നെ സഹായിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ചതച്ച് തരാണ്, പച്ചമുളക് എല്ലാം. നമ്മുടെ ആ ചെറിയ ഇടികല്ലില്ലേ ഇങ്ങനെ ഇടിച്ചെടുക്കുന്നത്, അതിൽ വെച്ച് നല്ല ഒത്തൻറ്റിക്കായിട്ട് നമുക്ക് ഇടിച്ചെടുക്കാം. അപ്പോൾ അമ്മിക്കല്ലിലൊക്കെ വെച്ച് ചതയ്ക്കുന്ന പോലെ തന്നെ ഇരിക്കും, കുറച്ചുകൂടി സ്വാദായിരിക്കും. അപ്പോൾ നമ്മൾ ഇടിച്ച് ചതച്ചൊക്കെ എടുക്കുകയാണ് ഓരോന്നായിട്ട്. സത്യം പറഞ്ഞാൽ ഈ മട്ടൺ കറി ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി മട്ടൺ കറിയാണ്. കാര്യം ഇതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. അതായത് തേങ്ങാപ്പാൽ വേണ്ട, തേങ്ങാക്കൊത്ത് വേണ്ട, പിന്നെ ടൊമാറ്റോ വേണ്ട, അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. ഇത് ബാച്ചിലേഴ്സിന് വരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കറിയാണ്. ഒരു കുക്കർ മാത്രം മതി. കുക്കറിനകത്തേക്ക് എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വേവിക്കുക, അത്രേ ഉള്ളൂ. അത്രയും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആദ്യമേ തന്നെ നെയ്ച്ചോറിന് വേണ്ട അരി വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ കൈമ റൈസിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര സ്വാദാണ്. അപ്പോൾ ഒരു 2 കപ്പ് കൈമ അരി വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കാം. 2 കപ്പ് കൈമ റൈസിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. എന്നിട്ട് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു അരമണിക്കൂർ മിനിമം കുതിരണം. 1 മണിക്കൂർ ഇരുന്നാൽ കൂടുതൽ നല്ലത്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ കുക്കറിലേക്ക് കഴുകിയെടുത്ത് മട്ടൻ്റെ കഷ്ണങ്ങൾ, ഇത് 1 കിലോ മട്ടനുണ്ട്. നല്ല സോഫ്റ്റ് നല്ല മട്ടനാണ് കേട്ടോ. ഈ കിടാന്ന് പറഞ്ഞിട്ട് ആൺ മട്ടനാണ് കൂടുതൽ നല്ല. ആടിൻ്റെ നല്ല ഒരു കറക്റ്റ് പാകത്തിനുള്ള മേടിക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ നല്ലതായിരിക്കും. നന്നായിട്ട് വെന്ത് കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇറച്ചിയായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നിറച്ച പിരിയൻ മുളക് പൊടി ചേർക്കുകയാണ്, ഹീപ്ഡ് ടീസ്പൂൺ. ഇനി ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും, പിന്നെ ഒരു വലിയ ഉണ്ട വെളുത്തുള്ളി ചതച്ചതും ഇതിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ ഇതൊക്കെ ഇതെല്ലാം ഒരു ടേബിൾ സ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെച്ച് ചേർത്തു എന്ന് പറയാം. ഇഞ്ചിയും വെളുത്തുള്ളിയും. 1 കപ്പ് നിറച്ച കൊച്ചുള്ളി ചതച്ചത് അതും കൂടി ചേർക്കാം. ഒരു 10-15 പച്ചമുളക് ചതച്ചതും ചേർക്കുന്നതും. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവ് ചിലത് നല്ല എരിവുള്ളതാണെങ്കിൽ 15 മതി. എരിവ് കുറവുള്ള പച്ചമുളകാണെങ്കിൽ 20 വരെ ചേർക്കാം. എന്തായാലും ഈ ഒരു മട്ടൺ കറിക്ക് മുളക് പൊടിയിൽ നിന്നല്ല എരിവ് വരുന്നത്. ഇതിൽ മുളക് പൊടി ചേർക്കുന്ന ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രമാണ്. പച്ചമുളകിൻ്റെ എരിവാണ് കയറി നിൽക്കേണ്ടത്. പിന്നെ നമ്മൾ മല്ലിപ്പൊടി നിറച്ച് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ നിറച്ച്, ടീസ്പൂൺ അല്ല കേട്ടോ, ടേബിൾ സ്പൂൺ. 2 ടേബിൾ സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി. പിന്നെ 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും, 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും. ഇനി കുറച്ച് കറിവേപ്പില. കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം. ഈ തിരുമ്മി യോജിപ്പിക്കുന്നത് ഏകദേശം ഒരു 5 മിനിറ്റോളം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ നന്നായിട്ട് ഇതിൽ ചേർന്ന് കിട്ടും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കുന്നു. ഈ വെള്ളത്തിൽ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപ്പ് ചേർക്കുന്നില്ല. ഇനി കുക്കർ അടയ്ക്കുന്നു, അടുപ്പിലേക്ക് മാറ്റുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു വലിയ വിസിൽ കേട്ട് കഴിഞ്ഞാൽ തീ അല്പം കുറയ്ക്കുക. എന്നിട്ട് ഒരു ഇടത്തരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4 വിസിലും കൂടി കേട്ടാൽ മതിയാകും. അപ്പോഴേക്കും നമ്മുടെ മട്ടൺ കറി വിൽ ബി റെഡി. അപ്പോൾ ഇപ്പോൾ മട്ടൺ കറി റെഡിയായി കഴിഞ്ഞിട്ടുണ്ടാവും. അടപ്പ് തുറന്ന് നോക്കട്ടെ. ഇതേ നോക്കിയേ, പാകത്തിന് വെന്തിട്ടുണ്ട്. ചാറൊക്കെ ഇങ്ങനെ കുറച്ച് ചാറ്, കുറുകിയ ചാറോടുകൂടി ഇരിക്കുകയാണ്. ഒന്ന് ഇളക്കി നോക്കാം. കുറച്ച് ഉപ്പ് നോക്കട്ടെ. ഒരല്പം ഉപ്പും കൂടി വേണം. കുറച്ച് ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഒന്നുകൂടി ഉപ്പ് നോക്കട്ടെ. ഇപ്പം കറക്റ്റ് പാകമായി. ഉപ്പ് കറക്റ്റ്. ഇനി നന്നായിട്ട് വെന്തിട്ടുണ്ടോയെന്നും കൂടി നോക്കട്ടെ. പാകത്തിന് വെന്തിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോടുകൂടി
മട്ടൺ കറി ഏകദേശം റെഡിയായി എന്ന് തന്നെ പറയാം. ഇനി ഒന്ന് താളിച്ചിടാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം. 1 ടീസ്പൂൺ കടുക്, ഒരു 1/4 കപ്പ് ചെറിയ ഉള്ളി നീളത്തിന് കനം കുറച്ചരിഞ്ഞത് ചേർക്കാം. ഇനി ഒരു 4 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതേ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞു. ഇനി ഞാൻ തീ ഓഫ് ചെയ്യുന്നു. ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിരിയൻ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി എക്സ്ട്രാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി സ്ട്രെയിറ്റ് നമ്മുടെ തയ്യാറായിരിക്കുന്ന മട്ടൺ കറിയുടെ മുകളിലേക്ക് ഒഴിക്കുന്നു. നന്നായിട്ടൊന്ന് ഇളക്കാം. ഇത് നോക്കിയേ, നല്ല കുറുകിയ ചാറോട് കൂടി ആഹാ, ആ വറുവലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്താ ഒരു ഭംഗി. കറി റെഡി. എന്ത് രസമായിരിക്കണമല്ലേ, കാണുമ്പോൾ തന്നെ അറിയില്ലേ അതിൻ്റെ സ്വാദ്. യമ്മി യമ്മി മട്ടൺ കറി. എന്തെളുപ്പമല്ലേ, ജസ്റ്റ് കുക്കറിൽ വെക്കുന്നു, വേവിക്കുന്നു, തീർന്നു. എന്തെളുപ്പമാണ്. അപ്പോൾ മട്ടൺ കറി ഈസ് റെഡി. ഇനി ഞാൻ ഗീ റൈസ് ഉണ്ടാക്കാൻ പോവാണ്. ഓൾറെഡി ഞാൻ അരി വെള്ളത്തിൽ ഇട്ടിരിക്കുകയാണ് കുതിരാൻ. അപ്പോൾ ചൂട് കട്ടിയുള്ളൊരു നോൺ സ്റ്റിക്കിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് ഒരു 1/2 കപ്പ് നെയ്യ് ഒഴിച്ചിട്ട് ചൂടാക്കാനായിട്ട് വെച്ച് കഴിഞ്ഞു. അപ്പോൾ നെയ്യെല്ലാം ഉരുകിയിരിക്കുവാണ്. ഇതിലേക്ക് ഒരു വലിയ സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞത് ചേർക്കുന്നു. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് മൂപ്പിച്ചെടുക്കണം. നമ്മൾ ബിരിയാണിക്കൊക്കെ ചെയ്യില്ലേ, അതേപോലെ. അപ്പോൾ കളറെല്ലാം മാറി നല്ല ഗോൾഡൻ ബ്രൗൺ ക്രിസ്പിയായി നെയ്യിൽ നിന്നും കോരി മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും, 25 ഗ്രാം അണ്ടിപ്പരിപ്പ്, 25 ഗ്രാം കിസ്മിസ് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റി മൂപ്പിച്ച് ഇതേ കളറൊക്കെ മാറി തുടങ്ങി. അതും നെയ്യിൽ നിന്നും മാറ്റാം. അപ്പോൾ നെയ്യ് നല്ല ചൂടായി കിടക്കുകയാണ്. ഇനി ഇതിലേക്ക് തന്നെ ഒരു വലിയ കഷ്ണം പട്ട മുറിച്ചിടാം. ഒരു 6 ഏലക്ക, ഒരു 6 ഗ്രാമ്പു, പിന്നെ ഒരു പീസ് ജാതിപത്രി, ജാതിക്കയുടെ പുറമേ ഇരിക്കുന്ന ഭാഗമില്ലേ, അത് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിടാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നല്ല മണമൊക്കെ വന്ന് തുടങ്ങി. ഇനി ഒരു 3 കപ്പ് വെള്ളം ഒഴിക്കാം. അതായത് 2 കപ്പ് കൈമ റൈസാണ്. 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം. അപ്പോൾ 2 കപ്പിന് 3 കപ്പ് വെള്ളം. കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. വെള്ളം ഏതാണ്ട് തിളയ്ക്കാറായി. ഇനി കുതിർത്ത കൈമ റൈസും കൂടി ഇട്ട് കൊടുക്കാം. ഇത് വെന്ത് കഴിയുമ്പോൾ നന്നായിട്ട് പൊലിച്ച് വരും. അതായത് നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടാകും. പാത്രം ഒന്ന് അടയ്ക്കാം. തീ നോക്കി നല്ല തിളവന്ന് തുടങ്ങി. ഇനി തീ അല്പം ഒന്ന് കുറച്ച് കൊടുക്കാം. അപ്പോൾ ചെറിയ തീയിൽ കിടക്കട്ടെ. ലോ ഫ്ലെയിമിൽ കിടന്ന് പാകത്തിന് വെന്ത് വറ്റി കിട്ടണം. വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞു. ഇനി അടപ്പ് തുറന്ന് നോക്കട്ടെ. ആഹാ, ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. വേവൊക്കെ ഒന്ന് നോക്കട്ടെ. 95% വെന്ത് കഴിഞ്ഞു. ഇനി ഒരു 5% കൂടി വേകാനുള്ളൂ. അപ്പോൾ ഇനി മാറ്റി വെച്ചിരിക്കുന്ന ആ വറുത്ത കാര്യങ്ങൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. വറുത്ത സവാള, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, അതിൽ നിന്ന് ഒരല്പം വേണമെങ്കിൽ മാറ്റി വയ്ക്കാം അവസാനം അലങ്കാരത്തിനായിട്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നു. നന്നായിട്ടൊന്ന് ഇളക്കാം. വീണ്ടും അടപ്പ് കൊണ്ട് പാത്രം അടയ്ക്കുന്നു. ഇനി ചെറിയ ഫ്ലെയിമിൽ ചെറിയ തീയിൽ ഒരു 5 മിനിറ്റും കൂടി വേവിക്കാനായിട്ട് വയ്ക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി 5% വേകാനുള്ളതും കൂടി വെന്തിട്ട് ആ ചോറ് കുറച്ചുകൂടി സോഫ്റ്റായിട്ട് വരും. 5 മിനിറ്റ് കഴിഞ്ഞു. അടപ്പ് തുറന്ന് നോക്കട്ടെ. ആഹാ, എല്ലാം കറക്റ്റായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കാണുമ്പോൾ തന്നെ അറിയില്ലേ പാകത്തിന് വെന്തിട്ടുണ്ട്. ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റ്. കറക്റ്റ്, നന്നായിട്ട് പാകത്തിന് വെന്ത, എന്നാൽ കുഴഞ്ഞു പോയിട്ടുമില്ല, പക്ഷേ സോഫ്റ്റായിട്ട് നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് നമ്മുടെ റൈസിന്. അങ്ങനെ ഗീ റൈസ് റെഡി ആയിക്കഴിഞ്ഞു. ഇനി വിളമ്പ് പാത്രത്തിലേക്ക് ഓരോന്നോരോന്നായിട്ട് മാറ്റാം. കുറുകിയ ടേസ്റ്റി മട്ടൺ കറി, ഈസി മട്ടൺ കറി കാണുമ്പോൾ തന്നെ അറിയില്ലേ, ഇതേ ഇങ്ങനെ കോരി കോരി വയ്ക്കാം.
നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, ഒരു ഓറഞ്ച് കളറിൽ. സത്യം പറഞ്ഞാൽ ഇതിൽ മുളക് പൊടി വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ, പക്ഷേ ആ കളർ നോക്കിയാൽ ഒരു ലൈറ്റ് ഓറഞ്ച് കളറുണ്ട്. പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ കാണുള്ളൂ, മുളക് പൊടിയുടെ എരിവ് കുറവായിരിക്കും. അപ്പോൾ എരിവ് അനുസരിച്ച് എത്ര വേണം അതനുസരിച്ച് പച്ചമുളക് ചേർക്കുക, അത്രേ ഉള്ളൂ. സർവിങ് ബൗളിലേക്ക് നെയ്ച്ചോറും കൂടി മാറ്റാം. അണ്ടിപ്പരിപ്പും കിസ്മിസും സവാളയും മാറ്റി വെച്ചത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ സമയമില്ല, വിഷ്ണു വന്നു കഴിഞ്ഞു. ഞാനും അനുക്കുട്ടിയും കൂടി ഇതേ ടേബിളിലേക്ക് എല്ലാ കാര്യങ്ങളും മാറ്റി വയ്ക്കുന്നു. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ നന്നായിട്ട് ആസ്വദിച്ച് ഉച്ചക്കലത്തെ ലഞ്ച് കഴിക്കുകയാണ്. കുറച്ച് ലേറ്റ് ലഞ്ചാണ് കേട്ടോ, 3 മണിയൊക്കെ കഴിഞ്ഞു. നല്ല അടിപൊളി ലഞ്ച് ഒന്നിച്ചിരുന്ന് കഴിക്കുന്നു. അതൊരു പ്രത്യേക സന്തോഷമല്ലേ, എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ. പിള്ളേർക്ക് വിഷ്ണുവിനും അനുവിനും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നെയ്ച്ചോറും മട്ടൺ കറിയും. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം കേട്ടോ, ഭയങ്കര ഈസി റെസിപ്പിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ ട്രൈ ഔട്ട് ചെയ്യണം, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം, മറക്കണ്ട. അതാണ് എൻ്റെ സന്തോഷം. അങ്ങനെ നല്ലൊരു ലഞ്ചെല്ലാം കഴിഞ്ഞു. ഇനി കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. ഇനി ഞങ്ങൾ പുറത്തോട്ട് പോകും. ഇപ്പോൾ സമയം 7. ലുലു മോൾ, ഇവിടുത്തെ കൊച്ചിയിലെ. വേറെ എവിടെ പോകാൻ രാത്രി കുറച്ച് പോരാ കുട്ടിക്ക്. സ്മോൾ വിസിറ്റ്. ഓക്കെ, ബേബീസ് ഡേ ഔട്ട്. അമ്മയാണോ ബേബി? അങ്ങനെ ലുലു മോളിൽ എത്തിക്കഴിഞ്ഞു. റോഡിൽ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ കുഴപ്പമില്ല, രാത്രിയല്ലേ, നമുക്ക് സമയമുണ്ടല്ലോ. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ്, പ്രത്യേകിച്ച് രാത്രി കാലത്ത് ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് നിറച്ച ആൾക്കാരും, ഒരു പോസിറ്റീവ് വൈബ് തോന്നിക്കും. എനിക്കിഷ്ടമാണ് ഇവിടുത്തെ ലുലു മോളിൽ വരാൻ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ ഇതുവരെ ട്രിവാൻഡ്രം ലുലു മോളിൽ ഞാൻ പോയിട്ടില്ല, പോകേണ്ട സമയം കഴിഞ്ഞു. ഇവിടെ നല്ല രസമുണ്ട്, ഇത് ആദ്യമായിട്ടല്ലല്ലോ വരുന്നത്. വെരി ഇൻട്രസ്റ്റിംഗ് പ്ലേസ്. ആക്ച്വലി ഷോപ്പിംഗ് ഒന്നും വലുതായിട്ട് പ്ലാനൊന്നും ഇല്ല, വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കുക, ഇങ്ങനെ സന്തോഷമായിട്ട് ഓരോ കടയുടെയും ഫ്രണ്ടിൽ കൂടി. വിൻഡോ ഷോപ്പിംഗ് തന്നെയാണ് മെയിൻ ഉദ്ദേശം. ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് ഞാനും അനുക്കുട്ടിയും വിഷ്ണുവും കൂടി. കുറേ ആൾക്കാരെ കാണുന്നുണ്ട്, പരിചയക്കാർ കുറേ പേര് വന്ന് സംസാരിക്കുന്നുണ്ട്, അങ്ങനെയല്ല. പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളെ കണ്ടു, അവരുടെ ടീച്ചേഴ്സും ഒക്കെ ആയിട്ട്. അവർ വടകരയിൽ നിന്നും വന്നതാണ്. അപ്പോൾ അവരെല്ലാവരും ഓടി വന്നു, കുറച്ച് നേരം സംസാരിച്ചു, സെൽഫിയൊക്കെ എടുത്തു. അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു അവരുമായിട്ട്. സ്റ്റാർബക്സിൻ്റെ ഫ്രണ്ടിലായിരുന്നു ഞാൻ ആ സമയത്ത് നിൽക്കുന്നത്. സ്റ്റാർബക്സ് ആയിരുന്നു നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. അതിനകത്ത് കാര്യം അനുക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റാർബക്സിൽ പോകാൻ, അനുക്കുട്ടിയുടെ ഫേവറേറ്റ് പ്ലേസാണ്, വിഷ്ണുവിനും ഇഷ്ടമാണ്. അപ്പോൾ ഹോട്ട് ചോക്ലേറ്റാണ് അവർ രണ്ടാളും ഓർഡർ ചെയ്തത്. ഞാൻ പക്ഷേ കുറച്ച് വ്യത്യാസമായിട്ട് ജാവ ചിപ്പ് ഫ്രാപ്പിച്ചിനോ ആണ് ഓർഡർ ചെയ്തത്, ഗ്രാൻഡ സൈസിലെ. അങ്ങനെ ആസ്വദിച്ച് കുടിച്ചോണ്ടൊക്കെ ഇരിക്കുവാണ്. നല്ല സന്തോഷം, ചുറ്റോട് ചുറ്റും നോക്കുമ്പോൾ നല്ലൊരു രസമാണ്, നല്ലൊരു ആംബിയൻസാണ്. ഹാപ്പി ആയിട്ടിരിക്കുന്നു. പിന്നെ പിള്ളേർ ചീസ് കേക്കും ലെമൺ ലോഫ് കേക്കും ഒക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ കുറച്ച് എക്സ്പെൻസീവാണ് കേട്ടോ സത്യം പറഞ്ഞാൽ, എങ്കിലും സ്റ്റാർബക്സിൽ പോയിരിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. നമ്മളിപ്പോൾ ചീസ് കേക്കൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആൾക്കാരാകുമ്പോൾ നമുക്ക് തോന്നും അത് വളരെ കൂടുതലാണെന്ന്. കാര്യം അത്രയും സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാമല്ലോ. എങ്കിലും വേറൊരു സ്ഥലത്ത് പോയിരിക്കുമ്പോൾ അത് ആ സ്ഥലത്തിൻ്റെ ഒരു ആംബിയൻസിന്, ഒരു സന്തോഷത്തിന് അതൊരു പ്രത്യേക എൻജോയ്മെൻറ്റ്, അത്രേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നേരം അതെല്ലാം കഴിച്ച് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുമായിരുന്നു. സമയം പോയതേ അറിഞ്ഞില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്തായാലും നല്ലൊരു ദിവസം, നല്ല രീതിയിൽ അങ്ങനെ രസകരമായ ഒരു ദിവസവും കൂടി കടന്നുപോയി. നാളെ ട്രിവാൻഡ്രത്തേക്ക് ഞങ്ങൾ തിരിച്ചു പോവാണ്. അങ്ങനെ തൽക്കാലം കൊച്ചിയോടും സെക്കൻഡ് ഹോമിനോടൊക്കെ നമ്മൾ നാളെ യാത്ര പറയും. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കട്ടെ. ഞങ്ങളുടെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ് ഷെയർ ചെയ്തത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.